ഒന്ന് ആലോചിച്ച് നോക്കുക. കേൾക്കുമ്പോൾ തന്നെ എത്ര എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ? എത്ര മനോഹരമാണല്ലേ? നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഗംഭീരമായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഞാൻ സാധാരണഗതിയിൽ ലോ ഓഫ് അട്രാക്ഷനിലെ ടെക്നിക്കുകളൊന്നും അങ്ങനെ അധികം ഷെയർ ചെയ്യാറില്ല എന്ന് മാത്രമല്ല ഞാനങ്ങനെ ഉപയോഗിക്കാറുമില്ല. പലരും ചോദിക്കാറുണ്ട് ഓരോരോ കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഓരോ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ടെക്നിക്കാണ് പേഴ്സണലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് എന്ന്. ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയുക, അതിനുവേണ്ടി പ്രത്യേകിച്ച് ടെക്നിക്കുകളൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അത് ടെക്നിക്കുകളിലൂടെയല്ല. ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തന്ത്രം പ്രയോഗിച്ച് നേടാനുള്ളതല്ലല്ലോ നമ്മുടെ ആഗ്രഹങ്ങൾ. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാകാം. പക്ഷെ അതിനെല്ലാം പരിധികളും പരിമിതികളുമുണ്ട്. എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അത് പരിധികൾക്കൊക്കെ പുറത്തുള്ള നമുക്ക് അസാധാരണമായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ താൽക്കാലിക ലാഭങ്ങളല്ല, മറിച്ച് ആത്യന്തികമായിട്ടുള്ള ഒരു പരിവർത്തനമാണ് വാസ്തവത്തിലെ വ്യക്തികളിൽ സംഭവിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്രാപഞ്ചിക നിയമമുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾക്കും നമ്മളുടെ മൂല്യങ്ങൾക്കും പ്രപഞ്ചം നൽകുന്ന സമ്മാനങ്ങളാണ് സമ്പത്ത് എന്നുള്ളത്. അപ്പോൾ വാസ്തവത്തിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, നമ്മൾ കൊടുക്കുന്ന സേവനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള സമ്പത്ത് നമ്മൾ അറിയാതെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മളിലേക്ക് എത്തും. അത് പ്രപഞ്ച നിയമം തന്നെയാണ്. ശരി, പറഞ്ഞു വന്ന വിഷയങ്ങളിലേക്ക് വരാം. ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്ന, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പ്രാഥമികമായിട്ടുള്ള അറിവെങ്കിലുമുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം, ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും ഗംഭീരമായിട്ട് റിസൾട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഗംഭീരമായിട്ട് നമ്മൾ പിന്തുടരേണ്ടുന്ന ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലേ? കൃതജ്ഞത. നമുക്കറിയാം ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, അതിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് അറിയാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു നന്ദി പ്രകടനം മാത്രമല്ല. നന്ദി പ്രകടനം നമ്മൾ താങ്ക് യു എന്നുള്ള വാക്കിലൊക്കെ ഒതുക്കി കളയാറുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിലേക്കല്ല ഞാൻ പോകുന്നത്. അതിലപ്പുറം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് നിറഞ്ഞ്, അത് നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സിലേക്ക് തന്നെ അർപ്പിക്കുന്ന, ഒരാൾ നമുക്ക് തരുന്ന ഒരു സഹായം, അതല്ലെങ്കിൽ ഒരാളെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗുണം, അങ്ങനെ എന്തുമാകാം, അതിന് അദ്ദേഹത്തോടൊരു താങ്ക് യു പറയുന്നതിനപ്പുറം നമ്മൾ നമ്മളുടെ ആത്മാവിൽ അർപ്പിക്കുന്ന ഈ പറയാനത് വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു സംഗതിയാണ് കൃതജ്ഞത. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതിനൊരു വാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നു, അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെ നമ്മളൊരു അറിവ് മനസ്സിലാക്കുന്നു, നമ്മളത് ലൈക്ക് ചെയ്യും, അല്ലേ? അപ്പോൾ ഈ അറിവ് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും നിർബന്ധമായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണണം. അതവിടെ നിൽക്കട്ടെ. അതിനപ്പുറം കൃതജ്ഞത എന്ന് പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് എന്താന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടിയ ഒരു അറിവുണ്ടല്ലോ, ഈ വിഷയത്തിലൂടെ എൻ്റെ വാക്കുകളിലൂടെ ഇപ്പോൾ കിട്ടുന്ന ഒരു അറിവുണ്ടല്ലോ, അത് ശരിക്കും നിങ്ങൾ മനസ്സുകൊണ്ട് അങ്ങോട്ട് ഏറ്റെടുക്കുന്നതിന് നിങ്ങളൊരു കമൻറ്റിലൂടെ കൊടുക്കാം. ഈ അറിവ് കാരണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വെളിച്ചം കിട്ടി, അതല്ലെങ്കിൽ സംതിങ്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണോ നിങ്ങളുടെ മനസ്സിലേക്ക് പകർന്നു കിട്ടിയത്, അതിന് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ കുറിക്കുന്ന ഒരു 2 വരി അല്ലെങ്കിൽ 4 വരിയും കൂടിയാണ് കമൻ്റായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. മനസ്സിലായോ? സിമ്പിളി ഞാൻ പറയുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് പ്രകടിപ്പിക്കണമെന്ന്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് പ്രകടിപ്പിക്കണം നിർബന്ധമായിട്ടും. ഇത് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന ഓരോ സഹായങ്ങൾക്കും, ഓരോ സേവനങ്ങൾക്കും, അത് എന്ത് തന്നെയായാലും ശരി, അത് നമ്മൾ മനസ്സറിഞ്ഞ്, നമ്മൾ മനസ്സ് നിറഞ്ഞു കൊടുക്കുന്ന ഒരു സമർപ്പണം കൂടിയാവണം ഗ്രാറ്റിറ്റ്യൂഡ്. അത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഗംഭീരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ്, അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ. ഇതെന്താ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എന്നല്ലേ ആലോചിക്കുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എന്ന് പറഞ്ഞാൽ കഴിയുന്നിടത്തോളം നല്ല ഭംഗിയുള്ള, എന്നാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റണം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ജാർ, ഒരു ബോട്ടിൽ ഒന്ന് സംഘടിപ്പിക്കുക. നല്ല ഭംഗിയുള്ള, നല്ല ക്വാളിറ്റിയുള്ള, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ജാറ് ഒന്ന് സംഘടിപ്പിക്കുക. ഇത് ഇവിടെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഒരു ജാർ സംഘടിപ്പിക്കുക.
എന്നിട്ട് അതിൻ്റെ മുകളിൽ ഏറ്റവും ഭംഗിയായിട്ട് ഒന്നുകിൽ സ്റ്റിക്കർ ഒട്ടിക്കാം, അല്ലെങ്കിൽ എഴുതി ചേർക്കാം ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എന്ന് എഴുതി ചേർക്കുക. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ നല്ല നല്ല ഭംഗിയായിട്ട് അട്രാക്റ്റീവായിട്ട് എഴുതി ചേർക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എന്ന്. ആവശ്യമെങ്കിൽ നിങ്ങളുടെ നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ളൊരു ഫോട്ടോയും അതിലൊട്ടിക്കാം, ചിഹ്നങ്ങൾ ചേർക്കാം. എത്രമാത്രം അതിനെ ആകർഷകമാക്കാൻ പറ്റുമോ അത്രമാത്രം. ഇനി ഗ്രാറ്റിറ്റ്യൂഡ് ജാറിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേര് വേണമെങ്കിൽ എഴുതി ചേർക്കാം. ഇപ്പം ഞാനാണ് എഴുതി ചേർക്കുന്നതെങ്കിൽ നാരായൺസ് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ, അല്ലെങ്കിൽ അശോക്സ് ഗ്രാറ്റിറ്റ്യൂഡ് ജാർസ്, അല്ലെങ്കിൽ അശോക് നാരായൺസ് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ. ഇങ്ങനെ നിങ്ങളുടെ പേര് വെച്ചിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജാർ തയ്യാറാക്കുക. അതിനുശേഷം ഒപ്പം വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ സ്റ്റിക്കി നോട്ട്സൊക്കെ എഴുതി ഒട്ടിക്കാനുള്ള കളേർഡ് പേപ്പർ കിട്ടില്ലേ, അത് ചെറിയ റൈറ്റിംഗ് പാഡ് മാതിരിയുള്ള കളേർഡ് പേപ്പർ, ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുള്ള കുഞ്ഞ് കുഞ്ഞ് സ്ലിപ്പുകൾ, അതൊരെണ്ണം സംഘടിപ്പിക്കണം, വാങ്ങാം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഓരോ ദിവസവും നമ്മൾ കിട്ടുന്ന ഓരോ നന്മകൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. ഇന്നയാൾക്ക്, ഇന്ന കാര്യത്തിന് എൻ്റെ മനസ്സ് നിറഞ്ഞ കൃതജ്ഞത. വരികൾ കൂടുതൽ ചേർക്കാണ്ടെങ്കിൽ എഴുതി ചേർത്തിട്ട് അത് പല പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുക. പല പ്രാവശ്യം മാക്സിമം വായിച്ച് അത് എൻജോയ് ചെയ്യുക. നമ്മളൊരു മിഠായി അലിയിച്ചിറക്കുന്നത് പോലെ, ഒരു ചോക്ലേറ്റ് രുചിക്കുന്നത് പോലെ അത് മാക്സിമം നമ്മൾ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാം. അതിനുശേഷം അതിനെ ഒന്ന് നാലായിട്ട് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് മടക്കി നമ്മുടെ ജാറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടേക്കുക, ജാറടച്ച് വയ്ക്കുക. ഈ ജാറ് ഏതെങ്കിലും ഒരു മൂലയിൽ സ്ഥാപിക്കാനുള്ളതല്ല. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ പലപ്പോഴും അലമാരയിലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മൾ വെച്ചിരിക്കുക. പക്ഷേ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ അങ്ങനെയല്ല. ഗ്രാറ്റിറ്റ്യൂഡ് ജാറ് നമ്മൾ എപ്പോഴും കാണുന്ന, ഏറ്റവും അധികം പ്രാവശ്യം കാണുന്ന ഒരിടത്തായിരിക്കണം നമ്മൾ സൂക്ഷിക്കേണ്ടത്. അത് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഫ്രിഡ്ജിന് മുകളിൽ, അല്ലെങ്കിൽ എവിടെയാണോ ഏറ്റവും കൂടുതൽ കാണുന്നത്, അല്ലെങ്കിൽ വിസിറ്റേഴ്സ് റൂം ആണെങ്കിൽ അങ്ങനെ, ഡൈനിങ് ടേബിൾ ആണെങ്കിൽ അങ്ങനെ, എവിടെയാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാണാൻ സാധ്യതയുള്ളത് ആ ഒരിടത്ത് ഈ ജാറ് സ്ഥാപിക്കുക. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഓരോ പ്രാവശ്യവും നമ്മൾ അതിലൂടെ കണ്ണോടിക്കുമ്പോഴും നമുക്ക് ഇതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡുകളാണ്, ഇത് നിറയും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക, ഇതിൽ ഓരോ കാര്യങ്ങൾ സ്ലിപ്പ് എഴുതി ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ കളർഫുള്ളായിട്ട് നിറഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മനസ്സ് നിറയും. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജാർ നിറയുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സും ഇങ്ങനെ നിറഞ്ഞ് വരും. ഒന്ന് ആലോചിച്ച് നോക്കുക. കേൾക്കുമ്പോൾ തന്നെ എത്ര എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ, എത്ര മനോഹരമാണല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഒരിക്കലും ഇത് നിറയുമല്ലോ. നിറയുന്ന സമയത്ത് ഏറ്റവും ഫുള്ളായി കഴിഞ്ഞാൽ ചേർത്ത് വയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ. അതിങ്ങനെ വിടർന്നു തന്നെ നിന്നോട്ടെ. പൂവുകളുടെ ദളങ്ങൾ പോലെ, മനോഹരമായ പുഷ്പങ്ങളുടെ ഇതളുകൾ പോലെ വിവിധ വർണ്ണങ്ങളിൽ അതിങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കട്ടെ. ആ സമയത്ത് നമുക്ക് സമയവും സന്ദർഭവും സാഹചര്യവും എല്ലാം ഉള്ളപ്പോൾ ഇതിനെ ഒന്ന് ചൊരിയുക മീൻസ് മേശമേലൊന്ന് തട്ടി വയ്ക്കുക. ഓരോന്നും എടുത്ത് വീണ്ടും വായിച്ച് നോക്കുക. ചിലതെല്ലാം നമ്മുടെ ഹൃദയം തട്ടുന്നതുണ്ടാകും, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുണ്ടാകും. അത് വീണ്ടും ഈ ജാറിൽ തന്നെ ഇടുക. ബാക്കിയെല്ലാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒഴുകുന്ന വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു പുഴയാകാം, അതല്ലെങ്കിൽ കടലാകാം. കടലിലൊക്കെ ആണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. തിര ഇങ്ങനെ വരുന്ന സമയത്ത് ഇതെൻ്റെ സമർപ്പണമാണ്, പ്രപഞ്ചത്തിനായിട്ടുള്ള എനിക്കായുള്ള സമർപ്പണമാണ്. ആരൊക്കെയോ കുറേ പേര് എനിക്ക് ചെയ്ത നന്മകൾക്കുള്ള എൻ്റെ കൃതജ്ഞതയാണ്. ഇത് ലോകം മുഴുവൻ വ്യാപിക്കട്ടെ, ഇത് പ്രപഞ്ചം മുഴുവൻ നിറയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ ജലാശയത്തിൽ സമർപ്പിച്ചേക്കുക. അത് കടലാണെങ്കിൽ ഏറ്റവും നല്ലത്. ഒന്ന് സമർപ്പിച്ചേക്കുക, മനസ്സുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് മനസ്സ് നിറഞ്ഞൊരു പ്രാർത്ഥന കൊടുക്കുക. അതിനുശേഷം സ്വയം ഇതെല്ലാം അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ, നിയോഗം എനിക്കുണ്ടായല്ലോ, അവരെല്ലാം അറിയാനുള്ള, അവരുടെ സ്നേഹത്തിലൂടെ കടന്നു പോകാനുള്ള ഒരവസരം എനിക്ക് കിട്ടിയല്ലോ, അതിന് സ്വയം ഒരു നന്ദി കൂടി പറയുക. പ്രാർത്ഥനയോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടി അവിടെ നിന്ന് മടങ്ങുക. പിന്നീടുള്ള ഗ്രാറ്റിറ്റ്യൂഡുകളും ഇതേ വിധത്തിൽ ചെയ്യുക. ഇതെപ്പോഴാണോ നിറയുന്നത് ആ സമയത്ത് ഇതുപോലെ ആവർത്തിക്കാം. വളരെ മനോഹരമായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജാർ. ജീവിതത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു, ഞാൻ വാക്ക് തരുന്നു, അസാധാരണമായ മാറ്റങ്ങൾ ഇതിലൂടെ സംഭവിക്കും. അപ്പോൾ തുടങ്ങുക ഗ്രാറ്റിറ്റ്യൂഡ് ജാർ. അതുപോലെ ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ലൈക്ക് ചെയ്യുക. ഈ അറിവിനുള്ള നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം, കമൻറ്റിൽ രേഖപ്പെടുത്താം. അതുപോലെ ഈ വിധത്തിൽ നിരന്തരം അറിവുകൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു.
സ്നേഹപൂർവ്വം അശോക് നാരായൺ. താങ്ക് യു.